ഭക്തിയുടെ ലയം. ഒരു ഉപ്പുകല്ല് സമുദ്രത്തിൽ വീണാൽ പിന്നെ അതിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? നൊടിയിടയിൽ അത് സമുദ്രത്തിൽ അലിഞ്ഞില്ലാതാകും. അതിൻ്റെ ഇല്ലായ്മയിൽ സ്വയം അത് സമുദ്രമായിട്ട് തന്നെ ഇരിക്കും. സമുദ്രത്തിൻ്റെ ആഴവും പരപ്പുമെല്ലാം സമൃദ്ധമായ നിറവായി അവിടെ നിൽക്കും. ഉപ്പുകല്ല് എങ്ങനെയാണ് ഉണ്ടായത്? അത് സമുദ്രത്തിൽ നിന്ന് തന്നെ ഉണ്ടായി. അങ്ങനെയുള്ള ഉപ്പുകല്ല് അതിൻ്റെ ഉറവിടമായ സമുദ്രത്തിലേക്ക് പതിച്ച് അതിലില്ലാതായി അഗാധമായ സമുദ്രമായി തന്നെ നിലനിൽക്കുന്നത് പോലെ അപാരമായ ഗുരുകൃപയാൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഉൾക്കാഴ്ചയാൽ ഈ ജീവൻ്റെ ജീവത്വം പൂർണ്ണമായും മറ്റുപോയി ശുദ്ധബോധ ചൈതന്യ സ്വരൂപമായ കേവല ഉണ്മ മാത്രമായി നിലനിൽക്കുന്നതിനു പേരാണ് ഈശ്വരത്വം അഥവാ ആത്മസാക്ഷാത്കാരം. അല്പമാത്രമായതും ജനിച്ച് മരിച്ച് ഇല്ലാതാകുന്നതുമായ നരനിൽ നിന്നും അനന്തനും അവ്യയനും നിത്യനും ആനന്ദമയ സ്വരൂപമായിട്ടുള്ളതിനുമായ നാരായണനിലേക്കുള്ള അതിസുന്ദരവും അർത്ഥവത്തുമായ പരിണാമം, അതാണ് ഈശ്വരത്വം. അവിടെ വേറൊട്ടൊരു സ്ഥിതിയില്ല, അംശമോ ഛേദമോ ഇല്ല. പൂർണ്ണം മാത്രം, നിറവ് മാത്രം, ഉണ്മയായ സ്വരൂപം മാത്രം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അതെ, ഒരു ഉപ്പുകല്ലിൻ്റെ സമുദ്രത്തിൽ അലിഞ്ഞു തീരാനുള്ള പക്വതയാണ് ഒരു സാധകൻ്റെ യഥാർത്ഥ പക്വത. തന്നെ അയാൾ പൂർണ്ണമായും ആ ഒരു മഹാസത്യത്തിന് വിട്ടുകൊടുക്കാനും അതിലില്ലാതാവാനും മനസാ വാച കർമ്മണ ഒരുങ്ങുന്നു. കരുണാമയനായ സമുദ്രം അതിൻ്റെ തിരയെ ഇങ്ങോട്ട് വിട്ട് കരയിലിരിക്കുന്ന ആ ഉപ്പുകല്ലിനെ സന്തോഷപൂർവ്വം വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. അത്യാനന്ദത്തോടുകൂടി ആ കൊച്ചു ഉപ്പുകല്ല് തിരകളോടൊപ്പം സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അവിടെ അത് സ്വയം ഇല്ലായ്മയെ അനുഭവിക്കുന്നു. സമുദ്രത്തിൻ്റെതായ സകല ഭാവങ്ങളും അനുഭവിച്ചു കൊണ്ട് തന്നെ സമുദ്രമായിട്ടിരിക്കുന്നു. പരമേശ്വര സാക്ഷാത്കാരം, ദിവ്യാനുഭൂതി. വരൂ, അതിനെ നിറവോടുകൂടി ബോധപൂർവം അറിഞ്ഞനുഭവിക്കൂ. നിങ്ങൾക്കത് സ്വന്തമാണ്. നിങ്ങൾക്കത് തീർച്ചയായും സാധ്യമാണ്.